ഹായ് ഓൾ, ഇൻസൈറ്റ് പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AI ഇമേജസ് വെച്ച് മെമ്മറി ട്രിക്സിന്റെ സഹായത്തോടെ നോബൽ പ്രൈസ് 2025 ആണ്. എല്ലാ എക്സാമുകൾക്കും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് നോബൽ പ്രൈസ് എന്ന് പറയുന്നത് അല്ലേ? നിങ്ങൾ ഇതിനോടകം തന്നെ ഒരുപാട് വീഡിയോസ് കണ്ടു കാണും, പക്ഷെ ഇപ്പോഴും നിങ്ങൾക്ക് അവരുടെ പേര് ഓർത്തു വെക്കാൻ പറ്റുന്നുണ്ടോ? നല്ല പാടാണല്ലേ? പക്ഷെ ഈ ഒരു ഒറ്റ ക്ലാസ് കൊണ്ട് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾക്ക് ടപ്പ് ടപ്പേന്ന് ആൻസർ പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലോട്ട് പോകാം. നമുക്ക് ഫിസിക്സ് നോബൽ നോക്കാം. ഭൗതിക ശാസ്ത്രം എത്ര പേർക്കാണ് കിട്ടിയത്? 3 പേർക്കാണ് അല്ലേ? ജോൺ ക്ലാർക്ക്, മൈക്കൽ എച്ച് ഡിവോററ്റ്, ജോൺ എം മാർട്ടിനസ്. ആരൊക്കെയാണ്? ജോൺ ക്ലാർക്ക് UK കാരനാണ്, മൈക്കൽ എച്ച് ഡിവോററ്റ് ഫ്രാൻസ് ആണ്, ജോൺ എം മാർട്ടിനസ് USA ആണ്. ഇനി എന്തിനാണ് കിട്ടിയത്? വൈദ്യുത സർക്യൂട്ടിലെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിന്റെയും ഊർജ ക്വാണ്ടൈസേഷന്റെയും കണ്ടുപിടുത്തത്തിനാണ്. ഏതൊക്കെയാണ്? ഈ 2 വാക്കുകൾ മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങും ഊർജ ക്വാണ്ടൈസേഷനും. ഇത് നമുക്ക് നേരെ കോഡ് വെച്ച് കണക്ട് ചെയ്യാം. നേരെ പിക്ചർ നോക്കാം. എന്തിന്റെ പിക്ചറാണിത്? ഡിമാർട്ട് ആണല്ലേ? എല്ലാവരുടെ നാട്ടിലും ഒരു ഡിമാർട്ട് സൂപ്പർ മാർക്കറ്റ് കാണും. ഈ സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്ന ആളെ ഒരു ക്ലർക്ക് ജോലി ചെയ്യാണ്. ആള് എന്ത് ചെയ്യുന്നു? ഫിസിക്സ് ബുക്ക് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ക്ലർക്ക് ജോലി എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജോലിയല്ലേ? നമ്മൾ എപ്പോഴും ഉയർന്ന ജോലിയിലേക്ക് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഫിസിക്സ് ബുക്ക് പഠിക്കുന്നത്. അപ്പം ഡിമാർട്ടില് ക്ലർക്ക് ഫിസിക്സ് ബുക്ക് പഠിക്കുന്നു. കണക്ട് ചെയ്യാം. ഡിമാർട്ടിന്റെ DE ഡിവോററ്റ് ആണ്, മാർട്ട് മാർട്ടിനസ്, ക്ലർക്ക് ജോൺ ക്ലർക്ക്. അപ്പൊ സെറ്റ് അല്ലേ? ഫിസിക്സ് സെറ്റ് അല്ലേ? മെഡിസിനിൽ നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത് 3 പേർക്കാണ്. ആർക്കൊക്കെയാണ്? മേരി ഇ ബ്രങ്കൗ, ഫ്രെഡ് റാംസ്ഡൽ, ഷിമോൺ സാഗാഗുച്ചി. മേരി ഇ ബ്രങ്കൗ USA കാരിയാണ്, ലേഡിയാണ്. ഫ്രെഡ് റാംസ്ഡൽ USA ആണ്, ഷിമോൺ സാഗാഗുച്ചി ജപ്പാനാണ്. എന്തിനാണ് ഇവർക്ക് കിട്ടിയത്? ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിലെ പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് കണ്ടെത്തിയതിനെ കുറിച്ചാണ്. ഇനി പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സിസ്റ്റം നമ്മുടെ ശരീരത്തിലെ തന്നെ പ്രതിരോധ സെല്ലുകളെ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കുന്നു. ഇനി അതിനെതിരെ ഉള്ള പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് കണ്ടെത്തിയതിനാണ് നോബൽ പ്രൈസ് കിട്ടിയത്. ഇനി നമുക്ക് കോഡ് വെച്ച് കണക്ട് ചെയ്യാം. എല്ലാവരും ഈ പിക്ചർ ഒന്ന് മനസ്സിൽ വെച്ചേടെ. പിക്ചർ മറന്നു പോകരുത്. നോക്കാം. നമ്മൾ മെഡിക്കൽ എൻട്രൻസിന്റെ എക്സാം എഴുതി റിസൾട്ട് പിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും അല്ലേ? റാമിനെയാണ് പ്രാർത്ഥിക്കുന്നത്. എന്താണ്? എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടണേ എന്നും പറഞ്ഞ് റാമിനെ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് നമ്മൾ ആലോചിക്കുവാണ്, കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? വീട്ടുകാർ ഉറപ്പായിട്ടും പശുവിനെ നോക്കാൻ പോവാൻ പറയും. പശു എന്താണ്? കൗവിനെ നോക്കാൻ പോവാൻ പറയും. ഇനി അഥവാ കിട്ടി എന്ത് ചെയ്യും? ഗുച്ചി എന്ന് പറഞ്ഞ ഷോപ്പിംഗ് ബ്രാൻഡ് അറിയുമ്പോൾ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രാൻഡാണ്. ഈ ഗുച്ചിയിൽ ഷോപ്പിങ്ങിന് പോകാൻ പറ്റും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ കോഡ് ഒന്നുകൂടെ ഓർത്ത് വയ്ക്കാം. മെഡിസിനിൽ എക്സാം എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. റാമിനെ പ്രാർത്ഥിക്കുന്നുണ്ട്. കിട്ടിയില്ലെങ്കിൽ കൗവിനെ നോക്കേണ്ടി വരും. ഇനി അഥവാ കിട്ടിയാൽ ഗുച്ചിയിൽ ഷോപ്പിങ്ങിന് പോകാം. ഇനി കോഡ് കണക്ട് ചെയ്തോ? റാം, ഫ്രെഡ് റാംസ്ഡൽ. കൗ കിട്ടിയില്ലെങ്കിൽ കൗവിനെ നോക്കാൻ പോകും. ബ്രങ്കൗ ആണ്, മേരി ഇ ബ്രങ്കൗ. ഇനി കിട്ടിയാൽ ഗുച്ചി, ഷിമോൺ സാഗാഗുച്ചി. കോഡ് കിട്ടുന്നുണ്ടോടെ? സെറ്റ് അല്ലേ? ഇനി നമുക്ക് കെമിസ്ട്രി നോബൽ നോക്കാം. രസതന്ത്ര നോബൽ എത്ര പേർക്കാണ് കിട്ടിയത്? 3 പേർക്കാണ്. റിച്ചാർഡ് റോബ്സൺ, സുസുമു കിറ്റഗാവ, ഒമർ എം യാഗി. ആർക്കൊക്കെയാണ്? റിച്ചാർഡ് റോബ്സൺ, സുസുമു കിറ്റഗാവ, ഒമർ എം യാഗി. ഈ റിച്ചാർഡ് റോബ്സൺ ഓസ്ട്രേലിയക്കാരനാണ്. സുസുമു കിറ്റഗാവ ഒരു പേരിലെ ഒരു ജപ്പാൻ ടച്ച് ഇല്ലേ? ജപ്പാനാണ്. ഒമർ എം യാഗി USA ആണ്. ഇനി ഇവർക്ക് എന്തിനാണ് കിട്ടിയത്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്, MOF എന്ന് പറയും. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് MOFന്റെ കണ്ടുപിടുത്തത്തിനാണ്. ഇനി നമുക്ക് നേരെ കോഡിലേക്ക് പോകാം. എല്ലാവരും പിക്ചർ നോക്കിയേ. ഒമർ ലുലുവിനെ എല്ലാവർക്കും അറിയാലോ. മലയാളത്തിലെ ഫേമസ് ആയിട്ടുള്ള സംവിധായകനാണല്ലേ. ഈ ഒമർ ലുലു റിച്ചായിട്ട് സുസുക്കിയുടെ ബൈക്കിൽ പോവുകയാണ് അല്ലേ. മെറ്റാലി ഫ്രെയിം കൊണ്ടുണ്ടാക്കിയ സുസുക്കി ബൈക്കാണ്. ശ്രദ്ധിച്ചോണെ, മെറ്റാലി ഫ്രെയിം വർക്ക് കൊണ്ടാണ് ഈ സുസുക്കി ബൈക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി കെമിസ്ട്രി ലാബിന്റെ ഫ്രണ്ടിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, കെമിസ്ട്രി ലാബിന്റെ ഫ്രണ്ടിൽ കൂടി ഒമർ ലുലു റിച്ചായിട്ട് മെറ്റാലി ഫ്രെയിം കൊണ്ടുണ്ടാക്കിയ സുസുക്കി ബൈക്കിൽ പോവുകയാണ്. ഇനി നമുക്ക് പേര് കണക്ട് ചെയ്യാം. ഒമർ ലുലു
ഒമർ എം യാഗി, ഒമർ ലുലു, ഒമർ എം യാഗി. റിച്ചായിട്ട് റിച്ചാർഡ് റോബ്സൺ, റിച്ചായിട്ട് റിച്ചാർഡ് റോബ്സൺ. സുസുക്കി ബൈക്കിലാണ് പോകുന്നത്, സുസുമു കിറ്റഗാവ, സുസുമു കിറ്റഗാവ. മെറ്റാലി ഫ്രെയിം കൊണ്ടുണ്ടാക്കിയ ബൈക്കാണ്. മെറ്റാലി ഫ്രെയിം എന്താണ്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കാണ്, MOF, മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കാണ്. അപ്പൊ സെറ്റായില്ലേ കെമിസ്ട്രി നോബല്? ഇനി ആരും മറക്കത്തില്ലല്ലോ. അടുത്തത് എക്കണോമിക് നോബൽ, സാമ്പത്തിക നോബൽ 3 പേർക്കാണ് കിട്ടിയത്. ജോയൽ മൊക്കിയർ, ഫിലിപ്പി അഗിയോൺ, പീറ്റർ ഹൗയിറ്റ്. ജോയൽ മൊക്കിയർ, ഫിലിപ്പി അഗിയോൺ, പീറ്റർ ഹൗയിറ്റ്. ഇതിൽ ഒരു കാര്യം പ്രത്യേകം ഓർത്ത് വെച്ചേക്കാം, സമ്മാനത്തുക പകുതി കിട്ടിയത് ആർക്കാണ്? കഴിഞ്ഞ വർഷം ഇതേപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചു, അന്ന് നമ്മളെല്ലാവരും വണ്ടർ അടിച്ചിരുന്നു അല്ലേ. സമ്മാനത്തുക പകുതി കിട്ടിയത് ജോയൽ മൊക്കിയറിനാണ്. ഇനി സമ്മാനത്തുക പങ്കിട്ടത് ആരൊക്കെയാണ്? മറ്റ് 2 പേര്, ഫിലിപ്പി അഗിയോണും പീറ്റർ ഹൗയിറ്റും ആണ്. അപ്പം സമ്മാനത്തുക പകുതി കിട്ടിയത് ജോയൽ മൊക്കിയർ, സമ്മാനത്തുക പങ്കിട്ടത് ഫിലിപ്പി അഗിയോൺ, പീറ്റർ ഹൗയിറ്റ്. ഇനി ഇവർക്ക് എന്തിനാണ് കിട്ടിയെന്ന് നോക്കാം. ജോയൽ മൊക്കിയർ നവീകരണത്തിൽ അധിഷ്ഠിതമായ സാമ്പത്തിക വളർച്ചാ പഠനത്തിനാണ്. നവീകരണം അതായത് ഇന്നോവേഷൻ, നവീകരണത്തിൽ അധിഷ്ഠിതമായ സാമ്പത്തിക വളർച്ചാ പഠനത്തിനാണ് ജോയൽ മൊക്കിയറിന് കിട്ടിയത്. ഇനി മറ്റ് 2 പേർക്ക് കിട്ടിയത് എന്തിനാണ്? ഫിലിപ്പി അഗിയോണും പീറ്റർ ഹൗയിറ്റിനും കിട്ടിയത് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ അഥവാ സർഗാത്മക നശീകരണത്തിലൂടെയുള്ള സുസ്ഥിര വളർച്ചാ സിദ്ധാന്തം. സർഗാത്മക നശീകരണത്തിലൂടെയുള്ള സുസ്ഥിര വളർച്ചാ സിദ്ധാന്തം. ഈ 2 പേര് ചേരുമ്പോഴിലൂടെ നമുക്ക് കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ ആർക്കാണ്? ഫിലിപ്പി, പീറ്റർ, 2 പേർക്ക് കൂടിയാണ് കിട്ടിയത്. ഇനി നമുക്ക് കോഡ് പറയാം. ലൂയിസ് ഫിലിപ്പി, പീറ്റർ ഇംഗ്ലണ്ട്, രണ്ടും നല്ല എക്കണോമി ഉള്ളവർക്ക് മാത്രം വാങ്ങിക്കാൻ പറ്റുന്ന ഷർട്ടിന്റെ ബ്രാൻഡാണല്ലേ. അപ്പോൾ ഫിലിപ്പി, ലൂയിസ് ഫിലിപ്പി, ഫിലിപ്പി അഗിയോൺ, പീറ്റർ ഇംഗ്ലണ്ട്, പീറ്റർ ഹൗയിറ്റുമായിട്ട് കണക്ട് ചെയ്യാം. ഈ 2 പ്രോഡക്റ്റിന്റെ ഒരുപാട് മോക്ക് എക്കണോമിയിൽ ഇറങ്ങുന്നുണ്ട് അല്ലേ. അത് മോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേക്ക് പ്രോഡക്റ്റ് ആണ് മോക്ക്. മൊക്കിയർ, ജോയൽ മൊക്കിയർ. അപ്പോൾ ജോയൽ മൊക്കിയർ, ഫിലിപ്പി അഗിയോൺ, പീറ്റർ ഹൗയിറ്റ് ഒരുപാട് എക്കോണമി ഉള്ളവർക്ക് മാത്രം വാങ്ങിക്കാൻ പറ്റുന്ന 2 ബ്രാൻഡാണ്. അപ്പോൾ എക്കണോമിക്സിനാണ് കിട്ടിയത്. അടുത്തത് പീസ് പ്രൈസ്, സമാധാന നോബൽ ആർക്കാണ് കിട്ടിയത്? മരിയ കോറിനെ മച്ചാഡോ, മരിയ കോറിനെ മച്ചാഡോ, വെനസ്വേലക്കാരിയാണേ. മരിയ കോറിനെ മച്ചാഡോ, വെനസ്വേല. അപ്പം കോഡ് പിടിച്ചോ. യുദ്ധമൊക്കെ ഉണ്ടാകുമ്പം കുറേ പേര് മരിക്കും അല്ലേ. ഈ മരിച്ചതിന് ശേഷമാണ് നമ്മൾ സമാധാനത്തിന് വേണ്ടി സ്വരം ഉയർത്തുന്നത്. അപ്പോൾ യുദ്ധം ഉണ്ടാകുമ്പോൾ കുറേ പേര് മരിക്കും. പിക്ചർ നോക്കുകയാണെങ്കിൽ കുറേ പേര് മരിക്കും. അതിനുശേഷമാണ് നമ്മൾ സമാധാനത്തിന് വേണ്ടി സ്വരം ഉയർത്തുന്നത്. കുറേ പേര് കോറിനെ മരിക്കും എന്ന് പറഞ്ഞില്ലേ, മരിയ കോറിനെ, കുറേ പേര് മരിക്കും. അതിനുശേഷമാണ് സമാധാനത്തിന് വേണ്ടി നമ്മൾ സ്വരം ഉയർത്തുന്നത്. സ്വരം വെനസ്വേലയുടെ സ്വായും സ്വരത്തിന്റെ സ്വായുടെ കണക്ട് ചെയ്തോ വെനസ്വേല സ്വരം ഉയർത്തും. അപ്പം വെനസ്വേലക്കാരിയാണ് മരിയ കൊറീനെ മച്ചാഡോ. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്, നോബൽ നേടുന്ന 2ാമത്തെ വെനസ്വേലക്കാരിയാണ് അല്ലെ. നോബൽ നേടുന്ന 2ാമത്തെ വെനസ്വേലക്കാരിയാണ്, 20ാമത്തെ വനിതയുമാണ്. പീസ് പ്രൈസ് ലഭിക്കുന്ന 20ാമത്തെ വനിതയും നോബൽ നേടുന്ന 2ാമത്തെ വെനസ്വേല സ്വദേശിയാണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് കിട്ടിയത്? വെനസ്വേലയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾക്കും സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള അധികാര കൈമാറ്റത്തിനും വേണ്ടിയുള്ള ഇടപെടൽ നടത്തി. അപ്പോൾ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയതിനാണ് ഇവർക്ക് നോബൽ കിട്ടിയിരിക്കുന്നത്. അപ്പം ഓർത്തു വെക്കുക, നോബൽ നേടുന്ന 2ാമത്തെ വെനസ്വേലക്കാരിയും 20ാമത്തെ വനിതയുമാണ് മരിയ കോറിനെ മച്ചാഡോ. ഓക്കെ, അടുത്തത് സാഹിത്യ നോബലാണ്, ലിറ്ററേച്ചർ. ആർക്കാണ് കിട്ടിയത്? ലാസ്ലോ ക്രസ്നാഹോർക്കെ. ലാസ്ലോ ക്രസ്നാഹോർക്കെ ഹംഗറിക്കാരനാണേ. അപ്പോൾ കോഡ് പിടിച്ചോ. ഹംഗറി വന്നു കഴിഞ്ഞാൽ, നമുക്ക് വിശപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാഹിത്യം പറഞ്ഞുകൊണ്ടിരിക്കൂടെ? ഇല്ല. അപ്പോൾ ഫുഡിനോടൊക്കെ നമുക്ക് ഭയങ്കര ക്രൈസ് ആയിരിക്കും, എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ മതി അല്ലേ. അപ്പം ഹംഗറി വന്നു കഴിഞ്ഞാൽ
സാഹിത്യം പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല, ഫുഡ് കിട്ടിയേ പറ്റൂ, ഫുഡിനോട് ഭയങ്കര ക്രേസ് ആയിരിക്കും. ക്രിസ്ന ഹോർക്കെ. ഹംഗറി വന്നു കഴിഞ്ഞാൽ ഹംഗറിക്കാരനാണ്. സാഹിത്യം പറയോ? ഇല്ല, സാഹിത്യ നോവലാണ് കിട്ടിയത്. ലാസ്ലോ ക്രിസ്ന ഹോർക്കെ. ഇനി ഇദ്ദേഹത്തിന്റെ കുറെ ബുക്കുകളുണ്ട്. ബുക്കുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെച്ചേക്കണം, ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. അപ്പൊ ഫസ്റ്റ് നോക്കാം. സ്റ്റാൻഡ് ആൻഡ് ഗോ, ദ മെലങ്കളി ഓഫ് റെസിസ്റ്റൻറ്റ്, ദ വേൾഡ് ഗോസ് ഓൺ. ഈ ബുക്ക് ഓർത്ത് വെച്ചേക്കണം. ഇതിന് 2018 മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് ലിസ്റ്റിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ബുക്കാണ് ഈ വേൾഡ് ഗോസ് ഓൺ എന്ന് പറഞ്ഞ ബുക്ക്. ഓർത്ത് വെച്ചേക്ക. ദ വേൾഡ് ഗോസ് ഓൺ 2018 മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസിന്റെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ബുക്കാണ്. ഇനി 2015 ഇദ്ദേഹത്തിന് മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അത് ഉറപ്പായിട്ട് ഓർത്ത് വെച്ചേക്ക. വർഷം ചോദിക്കും. 2015 മാൻ ബുക്കർ കിട്ടി. 2018 ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് ദ വേൾഡ് ഗോസ് ഓൺ എന്ന ബുക്ക്. അടുത്തത് വാർ ആൻഡ് വാർ, സീബോ ദെയർ ബിലോ, ദ ബിൽ, ദ ലാസ്റ്റ് വോൾഫ് ആൻഡ് ഹോർമൻ. ബുക്കുകളൊക്കെ ഓർത്ത് വെച്ചേക്കാം. സോ ഇത്രയേ ഉള്ളൂ. ഇതിൽ നിന്നും ഇനി ആർക്കും മാർക്ക് പോയില്ല, അത് ഞാൻ ഗ്യാരണ്ടി. ഇനി നോബൽ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വെറൈറ്റി പോയിന്റ്സ് ഒക്കെ അറിയാമെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക.